ഇന്ന് പനീർ വെച്ചിട്ടൊരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു. പനീറൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രീസ് ചെയ്ത പനീർ ആയതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ പനീറിലേക്ക് നമ്മൾ തൈരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ മേമയുടെ പരിപാടി കേട്ടോ. മേമയാണ് ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ളത്. പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തു. കാശ്മീരിയുടെ മുളക് പൊടിയാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, നല്ല ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് ഗരം മസാലയും. ഇത്രയും പൊടികളാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ നമ്മുടെ ഇതിനുണ്ടാക്കണതായതുകൊണ്ട് അങ്ങനെ കൃത്യമായ ഒരു അളവൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു നുള്ള് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ച് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇനി ബാക്കി പരിപാടി അതെന്തായാലും കുറച്ച് നേരം ഇരുന്നിട്ട് അതൊന്ന് നന്നായിട്ട് സെറ്റ് ആവട്ടെ. എങ്ങനെ ഫുഡിൻ്റെ ബ്ലോഗ് കുറച്ച് കൂടുതലായതുകൊണ്ടേ പരീക്ഷണങ്ങൾ എല്ലാം ഒരു വീക്ക്നെസ് ആണ്. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. കുറച്ച് നേരം മാറ്റി വെക്കാം. ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ചപ്പാത്തി ചൂടാം. ഓക്കെ. നമ്മൾ ഏറ്റവും വേഗം ഇതുണ്ടാക്കി തീർക്കുക എന്നുള്ളത് കണ്ടത്. റെഡി ടു ഈറ്റ് ചപ്പാത്തി. ഓഹോ, കൊള്ളാലോ. അപ്പോൾ വലിയ റോളാണ് നമ്മൾ ഉണ്ടാക്കുന്ന. ഇത്ര വലിയ റോളാക്കി എടുക്കണ്ടേ? എന്നിട്ട് ഭൂപടം പോലെയൊക്കെ ആയി പോകുമല്ലോ. തീർച്ചയായിട്ടും ഇത് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. കാണാൻ നിങ്ങൾക്കുണ്ടാവും. ഒരു വട്ടം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതേ. അത് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ, പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ അതിൽ ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കാൻ മേമനെ കഴിഞ്ഞിട്ടുള്ളൂ. മേമ കാര്യത്തിലൊക്കെ ഭയങ്കര എക്സ്പെർട്ടാ. കാരണം അത് മേമയ്ക്കും കൂടി തിന്നേണ്ടതായതുകൊണ്ടും മേമയ്ക്ക് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ടും മേമ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടാക്കും. അത് നന്നായി പൊങ്ങി വന്നല്ലോ. അതാണ് റെഡിമെയ്ഡ് ചപ്പാത്തിയുടെ ഗുണം. മതിയില്ലേ? ആയില്ലേ? അങ്ങനെ നമ്മുടെ ചപ്പാത്തിയോടെല്ലാം കഴിഞ്ഞു കേട്ടോ. റെഡിമെയ്ഡ് ചപ്പാത്തി ആയതുകൊണ്ട് ചപ്പാത്തിയോടെല്ലൊക്കെ വേഗം തീർന്നു. അത് നമുക്ക് ചുട്ടെടുക്കേണ്ട ആവശ്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചാൽ കറക്റ്റ് റൗണ്ടിലേക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഇനി അടുത്ത ബാക്കി പരിപാടിയിലേക്ക് പോവാം. മേമയുടെ ക്യാപ്സിക്കവും സവോളയും തക്കാളിയൊക്കെ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഡെക്കറേഷൻ ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ആണോ മേമേ? അത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണോ? ഇത് എന്തിനുള്ള മസാലയാ? പനീർ ചപ്പാത്തിനുള്ളിൽ ഫില്ലിംഗ് ആക്കണ്ടേ, അതിനുള്ള. മേമ ചട്ടിയൊക്കെ വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ പനീറിൻ്റെ മസാല ഉണ്ടാക്കണം. വെളിച്ചെണ്ണ കേട്ടോ നമ്മളിവിടെ ഉപയോഗിക്കണം ഇതിന് വേണ്ടിയിട്ട്. മേമ നേരെ സെറ്റാക്കി വെച്ച പനീർ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുക കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടെന്നല്ലോ എന്നാണ് പറയണത്. ശരിയാ കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മസാല കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എണ്ണ ചൂടായിട്ടുണ്ട്. അതെന്താ മേമ എണ്ണ വേഗം ചൂടാനുള്ള മേമയുടെ ടെക്നിക്കാണോ? ചൂടായി വന്നാലോ എന്ന് വിചാരിച്ച് വെറുതെ നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഞാൻ നീങ്ങി നിൽക്കട്ടെ. എനിക്ക് സംഭവമൊക്കെ ഭയങ്കര പേടിയാണ്. ഏതായാലും ഒരു ദിവസം പനീർ ഇട്ടും. നമ്മുടെ ചട്ടിയിലെ എണ്ണ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മേമ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന പനീറെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി എന്താ മേമ ചെയ്യാ? ഇതിനൊന്ന് കുക്കായി വരണം. എങ്ങനെ നന്നായിട്ട് മുരിയണോ അതോ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ? അതെ, ഇത് ഗോൾഡൻ. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ പോലെ ആയി വന്നാൽ മതി. ഒരു രക്ഷയില്ല കേട്ടോ. ഈ സാധനം ഭയങ്കര ടേസ്റ്റാണ്. അന്ന് പക്ഷെ ഞങ്ങൾക്ക് ഒരെണ്ണവേ കിട്ടിയുള്ളൂ. നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് തീയൊക്കെ കുറച്ച് വെക്കണം. അതല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യുക? ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് വെക്കുക. ഇതിങ്ങനെ ഓരോന്നിട്ട് ഇങ്ങനെ ഇതാക്കി എടുത്തിട്ട് ഇങ്ങനെ ക്യൂബ്സായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ ക്യൂബ്സായിട്ട് എടുക്കേണ്ടത്. അങ്ങനെ എടുക്കാം. ഞാൻ ചിക്കൻ എടുക്കാറ്, ഉടച്ചെടുക്കുന്നില്ലായിട്ട്. പക്ഷെ എനിക്ക് അതാ ടേസ്റ്റ് തോന്നുന്നു അല്ലേ? അപ്പം നന്നായിട്ട് നല്ല ആ മസാല എല്ലാം അതിൽ നന്നായിട്ട് പിടിക്കുമല്ലോ. അതാണ് ക്യൂബ്സ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ആവില്ലല്ലോ. ഇതിങ്ങനെ ചിക്കൻ എടുക്കുമ്പോൾ ശരിക്കും ആ മസാലയുടെ ടേസ്റ്റും എല്ലാം കൂടിയിട്ട് ശരിക്കും നന്നായിട്ട് അതിലിങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. അപ്പം നമുക്കിതിനി ആയിട്ട് വരാം.
മേമ അതിങ്ങനെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ. മുഴുവൻ ഉടച്ച് കുത്തി പൊട്ടിച്ചു മേമ അത് മുഴുവൻ. ആയോ മേമ ഇത്? എണ്ണ ഒഴിക്കണം ഇതിന്. നീ നമ്മൾ കുറച്ച് എണ്ണ ഏകദേശം ആയില്ലേ മേമ? ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സബോള ഒന്നും അധികം കുക്കാവാൻ പാടില്ല, അതുകൊണ്ടാണ് ഈ ടൈമിൽ ഇടുന്നത്. ക്യാപ്സിക്കം, മഴ പെയ്യുന്നു. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും തക്കാളിയും ക്യാപ്സിക്കവും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ആ പനീറിൻ്റെ മസാലയ്ക്ക് ഇട്ട് കൊടുത്തു. പനീറിൻ്റെ മസാല നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചു. അപ്പോഴത്തേക്കും നല്ല ഗംഭീര മഴ പെയ്തു കേട്ടോ. അതേ നമ്മൾ ചട്ടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ടായിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് വെന്ത് ഇതാവൊന്നും വേണ്ട. ജസ്റ്റ് നമ്മുടെ ഈ ബർഗറിലൊക്കെ കിട്ടില്ലേ, അങ്ങനെ ഒന്ന് കടിക്കാൻ വേണ്ടി കിട്ടണം. ആ ഒരു പച്ചക്കൊന്ന് കടിക്കാൻ കിട്ടണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. മേമത് ചപ്പാത്തിക്ക് എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് റോൾ ഉണ്ടാക്കണം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കിസാൻ്റെ ഫ്രഷ് ടൊമാറ്റോ കെച്ചപ്പ് ആട്ടോ എടുത്തിരിക്കണേ. മേമ ചപ്പാത്തിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള കെച്ചപ്പ് ഒരു സ്പൂൺ വെച്ചിട്ട് ചപ്പാത്തി മുഴുവനും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്കാണ് കേട്ടോ നമ്മൾ ആ പനീറിൻ്റെ മസാല ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അത് വെച്ച് കൊടുക്കുന്നത്. മൺചട്ടിയുടെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓഫ് ചെയ്താലും കുറേ നേരം കൂടെ അതിൽ അങ്ങനെ ചൂട് നിൽക്കുമല്ലോ. അപ്പോൾ മേമ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇടിയെ നീ അതൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് ആ കരിഞ്ഞ് പിടിക്കും കേട്ടോ. അപ്പം ഞാനത് ചട്ടിയിൽ സൈഡിൽ നിന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോഴത്തേക്കും മേമ അതേ നമ്മുടെ മിക്സ് എടുത്തു ചപ്പാത്തിയിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അത് നന്നായിട്ട് ആ ചപ്പാത്തിയിൽ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിന് മുന്നേ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ തക്കാളി സവോളയും, ആ തക്കാളി സവോളയും കൂടെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ റൗണ്ട് ഇതാക്കി കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു നമ്മുടെ പരിപാടി. ആ പനീറിൻ്റെ മസാല ഉണ്ടാക്കാനുള്ള ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടൂ കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അത്ര വലിയ പണിയൊന്നും അല്ലാന്ന് എനിക്ക് കണ്ടിട്ട്. ഞാൻ ഇതിന് മുന്നത്തെ വട്ടം മേമ ഉണ്ടാക്കിയ സമയത്ത് ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തിന്നാൻ നേരം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് അറിയണത് ഉള്ളത് ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ള കഥ പോലും. എന്നിട്ട് പിന്നെ കൊണ്ടു തരുമ്പോഴാണ് ഈ സംഭവത്തിനെപ്പറ്റി അറിയുന്നത് തന്നെ. അപ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഒന്നുകൂടി ഉണ്ടാക്കണം എന്നുള്ളത്. അതിപ്പോഴാണ് പറ്റിയത്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും നമുക്കത് വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ ഇതാ ഫില്ലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റോള് ഏകദേശം നല്ല റോളിൻ്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ചപ്പാത്തികളിലും കൂടി ആക്കി എടുക്കണം. മേം ഒരെണ്ണം നമുക്ക് എന്തായാലും മുറിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് മേമ അത് കട്ട് ചെയ്യുക കേട്ടോ. അവസാനം മേമ ഇത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് മേമയുടെ പരീക്ഷണങ്ങൾക്കിടയിൽ അതിസാഹസികതയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റൈലൊക്കെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബാക്കിയുണ്ടായിരുന്ന ചപ്പാത്തികളും കൂടെ അത് ഫില്ല് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ റോളിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. കൂടാതെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതുപോലത്തെ എളുപ്പമുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.